പെർഫെക്റ്റ് റുട്ടീൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ സാധനം അങ്ങ് ശരിയാകത്തുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ എപ്പോഴത്തെയും ചിന്ത. ജിമ്മിൽ പോയിട്ട് മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ഇന്ന് തൊട്ട് പോകും, എല്ലാ ദിവസവും പോയി 2 മണിക്കൂർ കട്ടയ്ക്ക് വർക്കൗട്ട് ചെയ്താൽ മാത്രമാണ് സാധനം ശരിയാകത്തുള്ളൂ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. രാവിലെ ഇത്ര സമയത്ത് എഴുന്നേറ്റ് അതിനുശേഷം ഇത്ര സമയത്ത് വർക്കിന് പോയി അല്ലെങ്കിൽ പഠിക്കാൻ പോയി, ഇത്ര വൈകുന്നേരം മുതൽ ഇത്ര സമയത്ത് കളിച്ച് അതിന് ഇത്ര സമയത്ത് ഞാൻ ചെയ്തു, ലൈക്ക് ഒരു ബ്ലോക്കായിട്ട് കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മാത്രമാണ് നമ്മൾ കറക്റ്റായ റുട്ടീൻ സെറ്റ് ആകത്തുള്ളൂ എന്നാണ് നമ്മുടെ എല്ലാവരുടെയും ചിന്ത. എൻ്റെയും ചിന്ത എങ്ങനെയായിരുന്നു, ഞാനൊരു പെർഫെക്ഷനിസ്റ്റ് ആയിട്ട് ലൈക്ക് എല്ലാ കാര്യങ്ങളും സിസ്റ്റംസും ഹാബിറ്റ്സും ഒക്കെ ബിൽഡ് ചെയ്യാനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ബിലീവ് മീ, നത്തിങ് വർക്ക്ഡ്. കാരണം കൊളാപ്സ് ആയി, സ്റ്റാർട്ട് ചെയ്ത് 2 ദിവസം കഴിഞ്ഞ് നിർത്തിപ്പോയി, വീണ്ടും കഴിഞ്ഞ് തിരിച്ചു വന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു, വീണ്ടും തെറ്റിപ്പോയി. അങ്ങനെ ഒരു ലൈക്ക് എന്താ പറയുക, പെർഫെക്റ്റ് റുട്ടീന് വേണ്ടിയിട്ട് ഓടി 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 അവസാനം മനസ്സിലായി പെർഫെക്റ്റ് റുട്ടീൻ എന്നുള്ള സാധനമില്ല. വെറും 20 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ലൈഫിൽ. അപ്പം ഞാൻ സെറ്റ് ചെയ്ത ഒരു മോർണിംഗ് ഈവനിങ് സിസ്റ്റം, അതായത് ഈ പെർഫെക്റ്റ് റുട്ടീന് പകരം ഞാൻ ചെയ്ത മോർണിംഗ് ബാർ ഈവനിങ് തന്നെ എഴുതുക. റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ ചില ആളുകൾക്ക് അവരുടെ പീക്ക് ടൈം എന്ന് പറയുന്നത് മോർണിംഗ് ആയിരിക്കും, ചില ആളുകൾക്ക് അവരുടെ പീക്ക് ടൈം എന്ന് പറഞ്ഞാൽ ഈവനിങ് ആയിരിക്കും. നിങ്ങളുടെ ടൈം ഏതാണ് നിങ്ങൾ പിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഈ ഒരു 20 മിനിറ്റ് മാപ്പ് സിസ്റ്റം നിങ്ങൾ നാളെ തന്നെ, ഇപ്പം നിങ്ങൾ നൈറ്റാണ് കാണുന്നതെങ്കിൽ നാളെ രാവിലെ തന്നെ, ഇന്ന് രാവിലെ കാണുന്നതെങ്കിൽ ഇന്ന് വൈകുന്നേരം തന്നെ, കാരണം നിങ്ങൾ കാണുന്ന മൊമെൻ്റ് എങ്ങനെയാണ് അപ്പം തന്നെ നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ആ മാപ്പ് എന്താണെന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്, മൂവ് എയർ പ്ലാൻ. അപ്പം ഇത് നിങ്ങളായിരിക്കും മൂവ് എയർ പ്ലാൻ ഇതെന്താ സാധനം എന്ന് ആലോചിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഒരു സിറ്റുവേഷൻ പറയാം. ഞാൻ ഒരു റുട്ടീൻ ബിൽഡ് ചെയ്യാനായിട്ട് പല രീതിയിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് നോക്കി. ഞാനൊരു ഗൂഗിൾ ഷീറ്റ്സിൽ സാധനങ്ങൾ ട്രാക്ക് ചെയ്തു, ഞാൻ ബുക്കിനകത്ത് എഴുതി ട്രാക്ക് ചെയ്തു, ഞാനൊരു ടു ഡു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ലൈക്ക് ഇമാജിൻ ലൈക്ക് ഏതൊക്കെ സിസ്റ്റംസ് വേണോ അതെല്ലാം ഞാൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ വെറും ഒരു 20 മിനിറ്റ് മാപ്പ് സിസ്റ്റം കൊണ്ട്, ഞാൻ കാണിച്ച മാപ്പ് സിസ്റ്റം കൊണ്ട് ദസ് ഇസ് വാട്ട് ഫൈനലി ഞാനിപ്പോൾ ഓൺ ഗോയിങ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സിസ്റ്റം ഇതാണ്. നിങ്ങൾ എൻ്റെ കഴിഞ്ഞ വീഡിയോസ് കാണുന്നവർക്ക് ഞാൻ അറിയാം, ഞാൻ എപ്പോഴും ഈ ഒരു സാധനം ചെയ്യാൻ, ഇതിൻ്റെ കഴിഞ്ഞ മാസത്തെയാണ്, ഇതെൻ്റെ ഈ മാസത്തെ പ്രോഗ്രസ്സാണ്. അപ്പം ഈ ഒരു സിസ്റ്റത്തിലേക്ക് എത്താൻ ഈ 20 മിനിറ്റ് മാപ്പാണ് എന്നെ അനുവദിച്ചത്. ആ 20 മിനിറ്റ് മാപ്പ് എന്നുള്ള സിസ്റ്റം ഈ ഒരു ഇത്രയും വലിയ സിസ്റ്റത്തിലേക്ക് ഇവൻച്വലി എത്താൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം, ഇതൊരു സിമ്പിൾ എൻ്റെ ടാസ്കുകളുടെ ലിസ്റ്റ് ഈ സൈഡിലും ഇതെൻ്റെ സ്ലീപ്പ് സൈക്കിൾ ഗ്രാഫാണ്. അപ്പോൾ ഇത് ഈ മാസത്തെ ഗ്രാഫാണ്, കഴിഞ്ഞ മാസത്തെ ഗ്രാഫ് ഞാൻ ഒന്നുകൂടെ കാണിക്കാം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നുകയാണെങ്കിൽ ദിസ് ഇസ് മൈ 7 hours സ്ലീപ്പ് ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഒരു ദിവസം മാത്രമേ ഞാൻ ചെയ്തില്ല, കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞതാണ്. പക്ഷേ ദിസ് ഈസ് ആക്ച്വലി ഹെൽപ്പിംഗ് മീ അലോട്ട്. അതിന് മെമ്മറബിൾ മൊമെൻറ്റ്സ്, ഗ്രാറ്റിറ്റ്യൂഡിന് വേണ്ടിയിട്ട് ഞാൻ മെമ്മറബിൾ മൊമെൻറ്റ്സ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ചെയ്യാനുള്ള പെർഫെക്റ്റ് റുട്ടീന് വേണ്ടിയിട്ട് ഞാൻ എയിം ചെയ്യുന്ന സാധനങ്ങൾ. പക്ഷേ ഇതിനകത്ത് കാണാം, ഞാൻ എല്ലാം ഒന്നും ചെക്ക് ചെയ്തിട്ടില്ല, ചിലതൊക്കെ ഡേയ്സ് മിസ്സായിട്ടുണ്ട്, വിച്ച് ഇസ് ക്വൈറ്റ് കോമൺ. പക്ഷേ എന്നാലും നമുക്കൊരു ഓവറോൾ പ്രോഗ്രസ് നോക്കുമ്പോൾ യു ഫീൽ വെരി പ്രൗഡ്. അപ്പോൾ ഇത് ചെയ്യാൻ, ഇതിലേക്ക് എത്താൻ എനിക്ക് സാധിച്ചത് ഞാൻ ഈ 20 മിനിറ്റ് മാപ്പ് സിസ്റ്റം ചെയ്തുകൊണ്ടാണ്. ഇനി ഇതെന്താണെന്നുള്ളത് ഞാൻ പെട്ടെന്ന് പറയാം. ഫസ്റ്റ് വൺ ഇസ് മൂവ്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഹെൽത്താണ് ഫസ്റ്റ് നമ്മളിവിടെ ഫോക്കസ് ചെയ്തേക്കുന്നത്. മൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 5 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു എക്സസൈസ്. ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറയാനുണ്ട്, ഞാൻ ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്ത് 5 മിനിറ്റ് വെച്ചിട്ട് ഐ ഡിസൈഡ് 25 പുഷപ്പ് ഐ കംപ്ലീറ്റ് ഇൻ 5 minutes. അപ്പോൾ സെറ്റായിട്ട് 10 × 2 + 5 ചെയ്യുക. അല്ലെങ്കിൽ ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റുന്നവരാണ് 25 പുഷപ്സ്. അത് ചെയ്യാൻ നിങ്ങൾക്ക് 5 മിനിറ്റും ഈ ഒരു ചെറിയൊരു ഫ്ലോർ സ്പേസ് മാത്രം മതി. സോ ഡെഫിനറ്റ്ലി മൂവ് യുവർ ബോഡി ലൈക്ക് സംതിങ് ലൈക്ക് ഒരു സ്ട്രെങ്ത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡി വെയിറ്റോ എന്തെങ്കിലും ഒരു സാധനം ഡമ്പൽ മേടിച്ച് വെച്ചിട്ടോ. ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് പ്ലാങ്ക് ഉണ്ട്, പ്ലാങ്ക് അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് സ്ക്വാട്ട് ചെയ്യാൻ പറ്റും. ലൈക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എക്സസൈസ് നിങ്ങൾ പിക്ക് ചെയ്യുക, 5 മിനിറ്റ് സ്റ്റാർട്ട് ചെയ്യുക. നമ്പർ 2 ഈസ് എയർ. എയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂബർമാൻ, എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന ആൾക്കറിയാം. ഹ്യൂബർമാൻ എന്ന് പറഞ്ഞാൽ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ന്യൂറോ സയൻറ്റിസ്റ്റ് ആണ്. ഹ്യൂബർമാൻ പറയുന്നത് നിങ്ങൾ സൺലൈറ്റ് ഇസ് വെരി എസെൻഷ്യൽ. അപ്പോൾ പുറത്ത് പോയി നിങ്ങൾ നടക്കാൻ ഇറങ്ങി നന്നായിട്ട് ബ്രീത്ത് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ പുറത്ത് നാട്ടിലൊക്കെയാണ് നമ്മൾ എപ്പോഴും പുറത്തിറങ്ങാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ എബ്രോഡുള്ള ഒരുപാട് ആളുകളുണ്ടാകും. അപ്പോൾ അവരുടെ ക്ലൈമറ്റ് അത്ര സ്യൂട്ടബിളായ ക്ലൈമറ്റ് ആവണം നിർബന്ധമില്ല. അപ്പോൾ മെജോറിറ്റി ടൈം അവർ ഇൻഡോർ ആയിരിക്കും. ഞാനിപ്പോൾ പുറത്ത് നിൽക്കുന്ന കാനഡയിലാണ്. ഐ ക്യാൻ ഹൈലി റിലേറ്റ് ദിസ്. കാരണം ഇപ്പോൾ വിൻ്റർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വി ഡോണ്ട് ഗോ ഔട്ട് സൈഡ് അലോട്ട്. പക്ഷെ നമ്മൾ ആ വീടിനകത്ത് തന്നെ ഇരുന്ന് നമ്മൾ സ്റ്റെപ്ഡ് ആയിട്ടുള്ള എയർ ബ്രീത്ത് ചെയ്യുന്ന വരും യു ഗെറ്റ് ഔട്ട്. സൺലൈറ്റ് ഉള്ള സമയത്ത് പുറത്തിറങ്ങിയിട്ട് നടന്ന് നമ്മളൊരു 5 മിനിറ്റ് ലൈക്ക് യു ക്യാൻ ലൈക്ക് ഈ 20 മിനിറ്റ് ഞാൻ പറയാനായിട്ട് ഒരു 5 മിനിറ്റ് നിങ്ങൾക്ക് നടക്കാനായിട്ട് മാറ്റി വയ്ക്കാം, അല്ലെങ്കിൽ 10 മിനിറ്റ് നിങ്ങൾക്ക് നടക്കാനായിട്ട് മാറ്റി വയ്ക്കാം. 5 മിനിറ്റ് പുഷപ്പ്. അതിന് ലാസ്റ്റ് ഇത്രയും പറഞ്ഞു, എയർ ബ്രീത്ത് ചെയ്യുക പറയുന്നത് മോർണിംഗ് ലൈറ്റ് ആങ്കേഴ്സ് ദ ബോഡി ക്ലോക്ക്. നമുക്കൊരു സർക്കേഡിയൻ റിതം ഉണ്ട്, നമ്മുടെ ബോഡി ക്ലോക്ക് ഉണ്ട്. ആ ലൈറ്റ്, മോർണിംഗ് ലൈറ്റ് അല്ലെങ്കിൽ സൺലൈറ്റ് നമ്മുടെ ക്ലോക്കിനെ പ്രോപ്പറായിട്ട് നമ്മളെ എന്താ പറയുക, അത് നമ്മൾ ആങ്കർ ചെയ്യും. ആങ്കർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ സെറ്റ് ചെയ്യും. അതുപോലെ തന്നെ ആ എയർ, നല്ലൊരു ഫ്രഷ് എയർ ബ്രീത്ത് ചെയ്യുന്നത് ബ്രെയിനിന് വളരെയധികം നല്ലതാണ്. ഇനി ലാസ്റ്റായിട്ട് പറയുന്നത് പ്ലാൻ ചെയ്യുമ്പോൾ വെറും 5 മിനിറ്റ് മതി. റൈറ്റ് യുവർ ടോപ്പ് 3 ടാസ്ക്സ് ആൻഡ്
ഫിക്സ് ലൈക്ക് അത് പ്ലാൻ ചെയ്യുക. ലൈക്ക് ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ നാളത്തെ ദിവസം എനിക്ക് ഇന്നൊരു 3 കാര്യം ചെയ്യണം. അത് എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. നിങ്ങൾക്കിപ്പോൾ ലോണിൻ്റെ എന്തെങ്കിലും അടയ്ക്കാനുണ്ടാവും, അല്ലെങ്കിൽ EMI എന്തെങ്കിലും ഡെഡ് ലൈൻ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് അസൈൻമെൻറ്റ് പഠിക്കുന്ന സ്റ്റുഡൻറ്റ് അസൈൻമെൻറ്റ് ഉണ്ടാവും. വർക്കിലാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ചിലപ്പം വർക്കിന് പോകണ വഴിക്ക് നിങ്ങൾക്ക് വർക്കിൽ എന്തെങ്കിലും റിലേറ്റഡ് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലും ആവട്ടെ 3 കാര്യം നിങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഇതിനകത്ത് ഈ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡഡ് ആണ്. അപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഫസ്റ്റ് പറഞ്ഞ മൂവ്, ഇപ്പം ഞാൻ എഴുതുന്ന പുഷപ്പ് ഞാൻ ട്രാക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ടാമത് പറഞ്ഞ എയർ വാക്കിങ് അല്ലെങ്കിൽ ആ സാധനം ഞാൻ ട്രാക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ളത് പ്ലാൻ ചെയ്യാനായിട്ട് ദിസ് ഇസ് മൈ പ്ലാൻ. ദിസ് ഒരു ഇൻറ്റൻസ് പ്ലാനാണ്. ബട്ട് ഇത് വൺസ് ഇത് സെറ്റായി കഴിഞ്ഞാൽ ഐ വിൽ നീഡ് ലൈക്ക് 2 minutes ടു ഡു ദിസ്. അപ്പോൾ ഓവറോൾ 20 മിനിറ്റ് കൊണ്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ യു ഗൈസ് ക്യാൻ അച്ചീവ് എ ലോട്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ പെർഫെക്റ്റ് റുട്ടീൻ്റെ ആവശ്യമൊന്നുമില്ല. ദിസ് 20-minute മാപ്പ് സിസ്റ്റം ഇപ്പം തന്നെ ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് പറയാം. മൂവ് ചെയ്യുക, എയർ ലൈക്ക് നല്ല സൺലൈറ്റ് പ്ലസ് നല്ല ബ്രീത്ത്, പിന്നെ പ്ലാൻ ചെയ്യുക. ഇത് 3 നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റട്ടെ. ഇത്രത്തോളം നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് സെൽഫ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ലൈഫ് സ്കിൽസ് ബേസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്സിന് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് പറയാം. ഐ വിൽ ട്രൈ ടു മേക്ക് ദ വീഡിയോസ്. അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ദിൽ ഹെൽപ്പ് മീ ടു റീച്ച് മോർ ഓഡിയൻസ്. അപ്പോൾ സീ യു ഗൈസ് ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.